അസ്സലാമലൈക്കും. അജ്ഞതയുടെ മൂടുപടമണിഞ്ഞ് ആനന്ദ നൃത്തം ചവിട്ടിയ ഒരു സമൂഹത്തെ അധാർമികതയുടെ മരുഭൂമിയിൽ മാറ്റത്തിൻ്റെ മലർവാടി വിരിയിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഇത് ചരിത്രകഥയുടെ 10ാം ഭാഗമാണ്. 9 വരെയുള്ള ഭാഗങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി കാണണേ. നമ്മുടെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ വരവിനെ കൊതിച്ച് കാത്തിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഭാര്യയോടൊരു കാര്യം സംസാരിച്ചു. ഖദീജ, എൻ്റെ പിതൃ സഹോദരൻ്റെ അവസ്ഥ അറിയാമല്ലോ. വീട്ടിൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് അവിടുത്തെ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വളർത്തിക്കൂടെ? ഏത് കുട്ടിയുടെ കാര്യം? അലി എന്ന കുട്ടിയുടെ കാര്യം തന്നെയാണ്. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ പ്രവാചകരെ. നമുക്ക് വളർത്താം. അദ്ദേഹം ഇങ്ങോട്ടേക്ക് അയക്കുമോ? ഞാൻ പോയി സംസാരിക്കാം. ഞാൻ നിർബന്ധിക്കും. അപ്പോൾ സമ്മതിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പിറ്റേന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ത്വാലിബിനെ കാണാൻ പോയി. അല്ലമീനെ കണ്ടപ്പോൾ അബൂ ത്വാലിബിന് വളരെ സന്തോഷം. ആരാണിത്? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. എതിരു പറയരുത്. എന്താണെങ്കിലും പറയൂ. അലിയെ എനിക്ക് വളർത്തുവാനുള്ള ഉത്തരവാദിത്തം തരണം. വേണ്ട മോനെ, അബൂ ത്വാലിബ് മറുപടി പറഞ്ഞു. എന്നെ അതിന് സമ്മതിക്കണം. നിർബന്ധം കൂടിയപ്പോൾ അബൂ ത്വാലിബിന് വഴങ്ങേണ്ടതായി വന്നു. മടക്കയാത്രയിൽ അല്ലമീനോടൊപ്പം അലി റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹു പ്രവാചക വീട്ടിലെ ഒരംഗമായി. ഒരു ദിവസം അല്ലമീനും അലിയും തമ്മിലൊരു സംഭാഷണം നടന്നു. നാം എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാകുന്നു. അവനാണ് നമുക്ക് ശക്തി നൽകിയത്. അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം. ഉടനെ കുട്ടി ചോദിച്ചു, ആരാണ് അള്ളാഹു? ഈ ലോകത്തിൻ്റെ സൃഷ്ടാവാണ്. ഈ ഭൂമിയും ആകാശവും പടച്ചത് അള്ളാഹുവാണ്. വെള്ളവും വായുവും സൃഷ്ടിച്ചത് അവനാണ്. നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. നമ്മളെല്ലാവരും അള്ളാഹുവിനെ ആരാധിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് ജീവിക്കണം. അള്ളാഹു താല ഏകനാണ്. അവന് പങ്കുകാരനില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് ജീവിക്കണമോ? എന്നാൽ അതൊന്ന് ഉപ്പയോട് ചോദിക്കട്ടെ എന്നായി അലി. അങ്ങനെയാകട്ടെ എന്ന് അല്ലമീൻ സമ്മതിച്ചു. പിറ്റേന്ന് തന്നെ അലി ഉപ്പയെ കാണാൻ പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് അലി പലതും ആലോചിച്ചു. ലോകത്തെ സൃഷ്ടിച്ചത് അല്ലാഹു, തന്നെയും പിതാവിനെയും സൃഷ്ടിച്ചത് അല്ലാഹു. അപ്പോൾ അല്ലാഹുവിനെ താൻ വിശ്വസിക്കണം, ആരാധിക്കണം. അത് തൻ്റെ കടമയാണ്. അതിന് വാപ്പയുടെ അനുവാദമെന്തിന്? അലി റളിയല്ലാഹു അൻഹു വഴിയിൽ നിന്ന് തന്നെ തിരിച്ച് അല്ലമീൻ്റെ അടുത്തേക്ക് മടങ്ങി. വീട്ടിലെത്തിയപ്പോൾ അല്ലമീൻ ചോദിച്ചു, ഉപ്പ എന്തു പറഞ്ഞു മോനെ? ഉപ്പയോട് ചോദിക്കേണ്ട ഒരാവശ്യവുമില്ല. അല്ലാഹു താല ഏകനാണെന്നും അവന് പങ്കുകാരനില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കഅബാലയത്തിനടുത്ത് വെച്ച് വറഖത്ത് ഇബ്നു നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നെയും കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എൻ്റെ ജനത എന്നെ കൈയൊഴിയുമോ? താങ്കൾ കൊണ്ടുവന്ന പോലുള്ള ദൗത്യവുമായി വന്നവർക്കൊക്കെ അതാണ് അനുഭവം. അന്നു ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ. ഈ സംഭവം നടന്ന് ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ വറഖത്ത് ഇബ്നു നൗഫൽ മരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഹിറാ ഗുഹയിൽ പോയിരുന്നു. ഒരു ഫലവും ഉണ്ടായില്ല. ഒരിക്കൽ ഹിറാ ഗുഹയിൽ നിന്ന് മടങ്ങുകയായിരുന്നു. പെട്ടെന്ന് ആകാശത്തു നിന്നൊരു ശബ്ദം. മേൽപോട്ട് നോക്കി. അതാ ജിബ്രീൽ അലൈഹിസ്സലാം. എന്തൊരു രൂപമാണ്! പേടിച്ചുപോയി. പരിഭ്രമത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓടുകയാണ്. ഖദീജ ബീബി ഭർത്താവിൻ്റെ വെപ്രാളം കണ്ട് ഞെട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കട്ടിലിൽ കയറി കിടന്നു. ബീവി പുതപ്പിട്ട് മൂടിക്കൊടുത്തു. യാ അയ്യുഹൽ മുത്തസ്സിർ ഖും ഫഅൻസിർ. പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ എഴുന്നേൽക്കൂ. പുതപ്പ് വലിച്ചെറിഞ്ഞ് എഴുന്നേറ്റിരുന്നു. മുഖം ചുമന്നു തുടുത്തു. നെറ്റി വിയർപ്പിൽ കുളിച്ചു. വലിയ ഭാരം ചുമക്കുന്നവനെ പോലെ വിഷമിച്ചു. വഹി തുടരുകയാണ്. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക. നിന്റെ നാഥനെ മഹത്വപ്പെടുത്തുക. നിന്റെ വസ്ത്രം ശുദ്ധിയാക്കുക. മ്ലേച്ഛകരമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക. കൂടുതൽ തിരിച്ചു കിട്ടാൻ വേണ്ടി ജനങ്ങൾക്ക് ഔദാര്യം ചെയ്യാതിരിക്കുക. നിന്റെ നാഥനു വേണ്ടി ക്ഷമ കൈക്കൊള്ളുക. പ്രവാചക ദൗത്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ദിവ്യ സന്ദേശം.
ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള കൽപ്പന, മ്ലേച്ഛകരമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഉപദേശിക്കണം, എതിർപ്പുണ്ടായാൽ ക്ഷമിക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുള്ള കൽപ്പനയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആലോചിച്ചു, ഞാൻ ആരെയാണ് വിളിക്കുക? ആരാണ് തൻ്റെ ക്ഷണം സ്വീകരിക്കുക? ഭാര്യ സമീപം വന്നു നിന്നു. സ്നേഹപൂർവം പറഞ്ഞു, ഇവിടെ കിടന്നോളൂ, ഞാൻ പുതപ്പിട്ട് മൂടിത്തരാം. ഇവിടെ കിടന്ന് വിശ്രമിക്കൂ, ഒന്ന് ഉറങ്ങിക്കോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീബി റളിയല്ലാഹു അൻഹുവിനെ പതിവില്ലാത്തൊരു നോട്ടം, എന്നിട്ട് പറഞ്ഞു, ഖദീജ, വിശ്രമത്തിൻ്റെയും ഉറക്കത്തിൻ്റെയും സമയം കഴിഞ്ഞുപോയി. അള്ളാഹു അവൻ്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഖദീജ, ഞാൻ ആരെയാണ് ക്ഷണിക്കേണ്ടത്? ആരാണ് എൻ്റെ ക്ഷണം സ്വീകരിക്കുക? എന്തൊരു സ്വരം, എന്തൊരു ചോദ്യം! ഖദീജ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് കൽബ് പൊട്ടും പോലെ തോന്നി. എൻ്റെ ഭർത്താവിൻ്റെ ഒരവസ്ഥ എങ്ങനെയാണ് സമാധാനിപ്പിക്കുക? അങ്ങയുടെ ക്ഷണം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അള്ളാഹു ഏകനാണെന്നും യാതൊരു പങ്കുകാരനില്ലെന്നും മുഹമ്മദ് അവൻ്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. പ്രവാചകൻ്റെ കണ്ണുകളിൽ എന്തെന്നില്ലാത്ത പ്രകാശം. വീട്ടിലെ ഈ വിശേഷമൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു അവിടെ. അതെ, അലി തന്നെയാണ്, അബൂ ത്വാലിബിൻ്റെ മകൻ. അലി റളിയല്ലാഹു അൻഹുവും മുന്നോട്ട് വന്നു ഇസ്ലാം മതം സ്വീകരിച്ചു. ഉമ്മു ഐമുൻ എന്ന പരിചാരകയെ ഓർമ്മയില്ലേ? 6-ാം വയസ്സിൽ യസ്രിബിലേക്ക് പോയപ്പോൾ കൂടെയുണ്ടായിരുന്ന അടിമ പെൺകുട്ടി. അവൾ ഇപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെയാണ്. ഇപ്പോൾ വാർദ്ധക്യത്തിൻ്റെ വക്കിലാണ്. അല്ലമീൻ്റെ ദീനീ പ്രചാരണത്തിന് അവർ സഹകരിച്ചു. അള്ളാഹു ഏകനാണെന്നും അവന് പങ്കുകാരനില്ലെന്നും ഉമ്മു ഐമുൻ വിശ്വസിച്ചു. അവരും ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു. സെയ്ദ് ബിനു ഹാരിസ് എന്ന കുട്ടിയെ ഓർമ്മയില്ലേ? ഇപ്പോൾ ചെറിയ കുട്ടിയൊന്നുമല്ല, വളർന്നിരിക്കുന്നു. ആ ചെറുപ്പക്കാരനും ഇസ്ലാം മതം സ്വീകരിച്ചു. ഇവരെല്ലാം വീട്ടിൽ തന്നെ ഉള്ള ആളുകളാണ്. തൻ്റെ ആത്മസുഹൃത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുടുംബകാര്യങ്ങൾ കൂടിയാലോചിക്കുന്ന സുഹൃത്ത്, ബാല്യകാല സുഹൃത്ത്. അവർ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ കൂറുകച്ചവടം നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെ കൂടെ സ്നേഹിതൻ്റെ വീട്ടിൽ പോകാറുണ്ട്, ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാറുണ്ട്. അബൂബക്കർ സിദ്ദീഖിൻ്റെ വീട്ടിലുള്ളവർ അല്ലമീനെ സ്വന്തം വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് കണ്ടിരുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ദൂരദിക്കിൽ ഒരു യാത്ര പോയിരുന്നു. മടങ്ങി വന്നാൽ കൂട്ടുകാരനെ വന്ന് കാണുക പതിവായിരുന്നു. പതിവ് പോലെ കൂട്ടുകാരനെ കാണാൻ വന്നതായിരുന്നു. അപ്പോഴാണ് അല്ലമീൻ അത്ഭുതകരമായ വാർത്തകൾ പറയുന്നത്. അല്ലാഹു തആല തന്നെ പ്രവാചകനായി തീരുമാനിച്ചിരിക്കുന്നു. തനിക്ക് വഹി ഇറങ്ങുന്നു. അവിടുത്തെ ജനങ്ങളെ ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിക്കാൻ തന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കണ്ടു മടുത്ത ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തൻ്റെ ജനതയെ എങ്ങനെ രക്ഷിക്കുമെന്നാലോചിച്ച് ചിന്തിച്ചു കഴിയുന്ന മനുഷ്യൻ. അപ്പോഴാണ് ഈ സന്തോഷ വാർത്ത. ഹിറാ ഗുഹയിലെ സംഭവങ്ങളും വിവരിച്ചു കൊടുത്തു. വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞു. ബഹുദൈവ വിശ്വാസികളാണ് എല്ലാ പേരും. അവരോട് അള്ളാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞാൽ അവർ എതിർക്കും. ആ എതിർപ്പ് സഹിച്ച് അവർക്കിടയിൽ താമസിക്കാൻ കഴിയില്ല. സ്വദേശം വിടേണ്ടതായി വരും. അതാണ് വറഖത്ത പറഞ്ഞതിൻ്റെ പൊരുൾ. അല്ലമീൻ്റെ കൂടെ താമസിക്കുന്നവരെല്ലാം അല്ലമീൻ്റെ കൂടെ ചേർന്ന് ഇസ്ലാം മതം സ്വീകരിച്ചുവെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. ഇനി അല്ലമീന് ഏറ്റവും പ്രിയപ്പെട്ടത് താനും തൻ്റെ കുടുംബവുമാണ്. ഇനി ഒട്ടും താമസിച്ചുകൂടാ, ഇസ്ലാം മതം സ്വീകരിക്കാൻ സമയമായി. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയും ഇസ്ലാം മതം സ്വീകരിച്ചു. ചരിത്രകഥയുടെ ബാക്കി ഭാഗവുമായി ഇനിയും വരാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.